നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. കള്ളുഷാപ്പ് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. മാറാടി പഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ കള്ളുഷാപ്പ് പ്രവർത്തനം ആരംഭിക്കുന്നതിനെതിരെ പ്രതിഷേധം. പ്രദേശത്തെ സമാധാനപരമായ അന്തരീക്ഷ ഷാപ്പ് വരുന്നതോടെ തകരുമെന്ന് പ്രദേശവാസികൾ. മൂവാറ്റുപുഴയാറിന്റെ പുഴയോര നടപ്പാത വീണ്ടും പ്രകാശപൂരിതമാകാൻ ഒരുങ്ങുന്നു. തകരാറിലായ വഴിവിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് നഗരസഭ തുടക്കം കുറിച്ചു. നാടും സുമനസുകളും കൈകോർത്തു. കുഞ്ഞു ധ്രുവാന് 16 കോടിയുടെ സഹായമെത്തി. ധ്രുവാന്റെ ചികിത്സയ്ക്കായി സുമനസുകൾ ഒരുമിച്ചത് വീണ്ടും മാതൃകയായി. സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി പായിപ്ര പഞ്ചായത്ത്. പേഴക്കാപ്പള്ളി KYS ഓഡിറ്റോറിയത്തിൽ നടത്തിയ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് അസീസ് ഉദ്ഘാടനം ചെയ്തു. മാറാടി പഞ്ചായത്തിലെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റിക്ക് വീണ്ടും സാമൂഹ്യ വിരുദ്ധർ തീയിട്ടു. 2ാം തവണയാണ് പൊതുമുതലിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ചാക്കുകണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിച്ചു. വാർത്തകൾ വിശദമായി. മാറാടി പഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ കള്ളുഷാപ്പ് പ്രവർത്തനം ആരംഭിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. പ്രദേശത്തെ സമാധാനപരമായ അന്തരീക്ഷം കള്ളുഷാപ്പ് വരുന്നതോടെ തകരുമെന്ന് പ്രദേശവാസികൾ. മാറാടി പഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ കള്ളുഷാപ്പ് പ്രവർത്തനം ആരംഭിക്കുന്നതിനെതിരെ പഞ്ചായത്ത് പ്രതിനിധികളുടെയും പ്രദേശവാസികളുടെയും നേതൃത്വത്തിൽ കനത്ത പ്രതിഷേധം. മാറാടി പഞ്ചായത്തിലെ 5ാം വാർഡിൽ പുതിയ കള്ളുഷാപ്പ് പ്രവർത്തനം ആരംഭിക്കുവാൻ ഹൈക്കോടതി അനുമതി നൽകിയതിനെ തുടർന്ന് ഷാപ്പ് തുറക്കാൻ എത്തിയവരെയാണ് പ്രതിഷേധക്കാർ തടഞ്ഞത്. ജനപ്രതിനിധികളും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ആരാധനാലയങ്ങളും വീടുകളും ഉൾപ്പെടെയുള്ള ജനവാസ മേഖലയിൽ ഷാപ്പ് ആരംഭിക്കുന്നതിനെ പഞ്ചായത്ത് ഏകകണ്ഠേന എതിർക്കുമെന്ന് മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷാൻഡി എബ്രഹാം പറഞ്ഞു. ജനങ്ങൾക്ക് ഷാപ്പ് വരുന്നത് മൂലം ബുദ്ധിമുട്ടാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ്. അത്രയ്ക്ക് ജനനിബിഡമായ ഇത്രയും ചേർന്ന് വീടുകളുള്ള ഈ ഭാഗത്ത് കൊണ്ടുവന്നൊരു ഷാപ്പ് വയ്ക്കുമ്പോൾ ഇവിടെ വളരുന്ന കുട്ടികളും അവരുടെ വരും തലമുറയ്ക്കും എല്ലാം എത്രമാത്രം ഭവിഷ്യത്താണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളത് ഇവിടെ പാടില്ല, അനുയോജ്യമായ മറ്റൊരു സ്ഥലത്തേക്ക് ഇത് മാറ്റിക്കൊണ്ടു പോകാൻ അവരോട് വളരെ കാര്യമായി പറഞ്ഞിട്ടും വീണ്ടും അവർ ഹൈക്കോടതി ഓർഡർ മേടിച്ചു എന്ന് പറഞ്ഞാണ് ഇന്ന് വന്നത്. പക്ഷെ നമ്മൾ ഹൈക്കോടതിയിലും പഞ്ചായത്ത് ഇത് നിന്ന് ഹൈക്കോടതിയിൽ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നുള്ളൊരു വിധി പൂർണ്ണമായൊരു വിധി കിട്ടാതെ അവർ വീണ്ടും ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു 3-4 പ്രാവശ്യം അവർ ഷാപ്പ് ഇവിടെ തുടങ്ങുന്നതിന് വേണ്ടിയായിട്ട് വന്നു. പക്ഷേ അത് സാധ്യമല്ല. ഹൈക്കോടതിയുടെ തീരുമാനവും നമുക്ക് കിട്ടുന്ന തീരുമാനവും എല്ലാം അറിഞ്ഞ് ചർച്ച ചെയ്ത് മാത്രം അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. പക്ഷെ പോലീസ് വന്നെങ്കിലും അത് ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടു. കാരണം അവർക്കത് സാധ്യമല്ല. പ്രദേശത്തെ സമാധാനപരമായ അന്തരീക്ഷം കള്ളുഷാപ്പ് വരുന്നതോടെ തകരുമെന്നതാണ് പ്രദേശവാസികളുടെ പ്രതിഷേധത്തിന് കാരണം. വേണ്ടപ്പെട്ട അധികാരികൾക്ക് ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി കുന്നപ്പിള്ളി, മെമ്പർ തേജസ് ജോൺ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PP ജോളി എന്നിവർ പറഞ്ഞു. ഇത്രയും ജനനിബിഡമായ ഒരു പ്രദേശത്ത് ഷാപ്പ് വരുന്നതിനെതിരെയും അതോടൊപ്പം തന്നെ ഒരു ആരാധനാലയം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നത് ഉള്ള അവസ്ഥാവിശേഷമുണ്ട്. ഈ അവസരത്തിൽ അതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നിയമത്തിൻ്റെ വശം മാത്രം നോക്കിക്കൊണ്ട് ഒരു ഷാപ്പ് നടത്താനുള്ള ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നവരെ ഈ ജനകീയ സമുദായത്തോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ഉറപ്പ്, ജനപ്രതിനിധിയുള്ള രീതിയിലുള്ള ഉറപ്പും ഈ അവസരത്തിലായിരുന്നു. ഈ ഷാപ്പ് കൂടെ വന്നാൽ ഈ പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടവും അതുപോലെ തന്നെ ഇന്ന് ഷാപ്പുകളിൽ കള്ളു കുടിക്കാൻ വരുന്നത് സാധാരണ ജനങ്ങളല്ല, അന്യസംസ്ഥാന തൊഴിലാളികൾ, ഭായിമാരും മറ്റ് സംസ്ഥാന തൊഴിലാളികളും ഇവിടെ വന്ന് അഴിഞ്ഞാടും എന്നുള്ളതുകൊണ്ടും ഈ പ്രദേശത്ത് സമാധാന നില പുനഃസ്ഥാപിക്കേണ്ട ആവശ്യകത വാർഡ് മെമ്പർ എന്നുള്ള നിലയിലും പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ളതും ഞങ്ങളുടെ പാർട്ടിയുടെ എല്ലാവരുടെയും ഒറ്റക്കെട്ട തീരുമാനമാണ്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ രാത്രി കൊണ്ടുവന്ന ഒരു ബോർഡും വെച്ച് ഇത് ഒരു ലൈസൻസിൻ്റെ മറവിൽ ഇവിടെ തുടങ്ങുവാൻ ഉദ്ദേശിച്ചത് അത് ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ ജനങ്ങളുടെ കൂടെയുണ്ട്. ഇതിൽ രാഷ്ട്രീയമില്ല. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ സൂചിപ്പിച്ച പോലെ പഞ്ചായത്തിൽ കൂടി എല്ലാവരും ഐകകണ്ഠ്യേന തീരുമാനമെടുക്കുകയും അതുപോലെ 4-5 വാർഡുകളുടെ ഗ്രാമസഭ
ഒന്നടങ്കം കൂടി ഐകകണ്ഠ്യേന തീരുമാനം, പഞ്ചായത്ത് കമ്മിറ്റിയും ഐകകണ്ഠ്യേന ഈ ഷാപ്പിനെതിരെ ഇവിടെ സ്ഥാപിക്കരുത് എന്നുള്ള തീരുമാനവുമായി മുമ്പോട്ട് പോവുകയാണ്. ജനവാസ മേഖലയിൽ കള്ളുഷാപ്പ് വേണ്ട എന്ന ഫ്ലെക്സ് ബോർഡുകൾ അടക്കം പിടിച്ചാണ് സ്ത്രീകളടക്കമുള്ളവർ പ്രതിഷേധിച്ചത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഇരു വിഭാഗങ്ങളുമായി ചർച്ച നടത്തിയിരുന്നു. മൂവാറ്റുപുഴയാറിന്റെ പുഴയോര നടപ്പാത വീണ്ടും പ്രകാശപൂരിതമാകാൻ ഒരുങ്ങുന്നു. വെള്ളപ്പൊക്കത്തിലും സാമൂഹ്യവിരുദ്ധരുടെ അതിക്രമങ്ങളിലും തകരാറിലായ വഴിവിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് നഗരസഭ തുടക്കം കുറിച്ചു. മൂവാറ്റുപുഴയാറിന്റെ പുഴയോര നടപ്പാത വീണ്ടും പ്രകാശപൂരിതമാകുന്നു. ഇതിന്റെ ഭാഗമായി നിലവിലുള്ള വിളക്കുതൂണുകളുടെ ഉയരം 6 അടിയോളം വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയായി. ഏറെ നാളുകളായി ഇരുട്ടിലായിരുന്ന പ്രദേശം സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറിയിരുന്നു. വഴിവിളക്കുകൾ വീണ്ടും മിഴി തുറക്കുന്നത് പുഴയോര നടപ്പാതയെ സ്ഥിരമായി ആശ്രയിക്കുന്ന പ്രഭാത സായാഹ്ന സവാരിക്കാർക്ക് വലിയ ആശ്വാസമാകും. പുനഃസ്ഥാപിക്കാനുള്ള നടപടികളും ഉടൻ ആരംഭിക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. കൂടാതെ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് മരം വീണ് തകർന്ന കൈവരികൾ പുനഃസ്ഥാപിക്കാനുള്ള നടപടികളും ഉടൻ ആരംഭിക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. എന്നാൽ ഈ വികസന പ്രവർത്തനങ്ങൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. നാടും സുമനസുകളും കൈകോർത്തതോടെ കുഞ്ഞു ധ്രുവാന് 16 കോടിയുടെ സഹായമെത്തി. സ്പൈനൽ മസ്കുലർ അട്രോഫി ടൈപ്പ് രോഗബാധിതനായ ധ്രുവാന്റെ ചികിത്സയ്ക്കായി സുമനസുകൾ ഒരുമിച്ചത് വീണ്ടും മാതൃകയായി. മകന്റെ ചികിത്സയ്ക്കായി ആവശ്യമായ തുക കേട്ട് പകച്ചുപോയ മാതാപിതാക്കൾക്ക് താങ്ങായി നാടും സുമനസുകളും കൈകോർത്തതോടെ കുഞ്ഞു ധ്രുവാന് 16 കോടിയുടെ സഹായമെത്തി. കിഴകൊമ്പ പമ്പടക്കുന്നിൽ അനന്തു അശോക്, അശ്വതി ദമ്പതികളുടെ മകനായ ധ്രുവാൻ സ്പൈനൽ മസ്കുലർ അട്രോഫി ടൈപ്പ് 1 രോഗബാധിതനാണ്. പേശികളുടെ ബലം കുറഞ്ഞ് ശരീരത്തിന്റെ ചലനശേഷി നഷ്ടപ്പെടുന്നതാണ് അസുഖം. 1 മാസം പ്രായമുള്ളപ്പോഴാണ് ധ്രുവാന് അസുഖം കണ്ടെത്തുന്നത്. കുട്ടിയുടെ ശരീരത്തിന്റെ ചലനശേഷി വീണ്ടെടുക്കാൻ ജീൻ തെറാപ്പി വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. 16 കോടി രൂപയാണ് ചികിത്സാ ചെലവ്. തുക കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന മാതാപിതാക്കളെ നാട് ചേർത്ത് പിടിച്ചു. ധ്രുവാന്റെ ചികിത്സയ്ക്കായി കഴിഞ്ഞ മെയ് 16-ന് ജനപ്രതിനിധികളുടെയും സുഹൃത്തുക്കളുടെയും നേതൃത്വത്തിൽ ക്യാമ്പയിൻ ആരംഭിച്ചു. കഴിഞ്ഞ ജൂൺ 30 വരെ 4.5 കോടി രൂപയാണ് അക്കൗണ്ടിൽ ലഭിച്ചത്. സമാന അസുഖബാധിതയായ മൂവാറ്റുപുഴ സ്വദേശികളുടെ 6 മാസം പ്രായമുള്ള മകൾ മിയയ്ക്ക് 3 ദിവസം കൊണ്ട് 16.5 കോടി രൂപ ലഭിച്ചിരുന്നു. മിയയുടെ മാതാപിതാക്കളും തന്റെ മകന്റെ ക്യാമ്പയിനിന്റെ ഭാഗമായതോടെ അക്കൗണ്ടിൽ കൂടുതൽ തുക എത്തിയെന്നും സഹായിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായും ധ്രുവാന്റെ മാതാപിതാക്കൾ പറഞ്ഞു. 7 ദിവസം കൊണ്ടാണ് ബാക്കി തുകയായ 11.5 കോടി രൂപ ധ്രുവാൻ സഹായ നിധിയിലെത്തിയത്. ചികിത്സയുടെ ഭാഗമായി ധ്രുവനെ ക്വാറന്റൈനിൽ പാർപ്പിക്കണമെന്നും സന്ദർശകരെ ഒഴിവാക്കണമെന്നുമാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. എത്രയും വേഗം ധ്രുവാന്റെ ചികിത്സാ നടപടികളിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് കുടുംബം. റംബുട്ടാൻ കൃഷി ലാഭകരമാക്കാൻ സ്വന്തം കൃഷിത്തോട്ടത്തിലൂടെ മറുപടി നൽകി തിരുമാറാടി സ്വദേശി. 6 ഏക്കർ സ്ഥലത്ത് നടത്തിയ റംബുട്ടാൻ കൃഷിയുടെ വൻ വിജയമാണ് MC സാജു പങ്കുവയ്ക്കുന്നത്. റംബുട്ടാൻ കൃഷി ലാഭകരമാണോ എന്ന നിരവധി കർഷകരുടെ സംശയങ്ങൾക്ക് സ്വന്തം കൃഷിത്തോട്ടത്തിലൂടെ മറുപടി നൽകുകയാണ് കൂത്താട്ടുകുളം തിരുമാറാടി സ്വദേശിയായ മംഗലത്ത് MC സാജു. വർഷങ്ങളായി കൃഷിരംഗത്ത് സജീവ സാന്നിധ്യമായ ഈ കർഷകൻ തന്റെ 6 ഏക്കർ സ്ഥലത്ത് നടത്തിയ റംബുട്ടാൻ കൃഷിയിലൂടെ വൻ വിജയമാണ് കൈവരിച്ചിരിക്കുന്നത്. സാജുവിന്റെ പുരയിടത്തിന് സമീപത്തുള്ള ഈ മാതൃകാ കൃഷിത്തോട്ടം ഇന്ന് കാണാൻ തന്നെ ഏറെ മനോഹരവും വിജയകരമായ റംബുട്ടാൻ കൃഷിക്ക് ഉത്തമ ഉദാഹരണവുമാണ്. ഈ സീസണിലെ റംബുട്ടാൻ വിളവെടുപ്പ് തോട്ടത്തിൽ സജീവമായി പുരോഗമിക്കുകയാണ്. മികച്ച ഗുണനിലവാരമുള്ള പഴങ്ങളായതിനാൽ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള മൊത്ത കച്ചവടക്കാരാണ് സാജുവിന്റെ തോട്ടത്തിലെ റംബുട്ടാൻ മുഴുവനായും എടുത്തിരിക്കുന്നത്. കേവലം ഒരു സീസണിലേക്ക് മാത്രമല്ല 10 വർഷത്തെ ദീർഘകാല കരാറടിസ്ഥാനത്തിലാണ് കച്ചവടം ഉറപ്പിച്ചിരിക്കുന്നത് എന്നത് കൃഷിയുടെ വലിയ സ്ഥിരതയെയാണ് കാണിക്കുന്നത്. ഈ വർഷത്തെ വിളവെടുപ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒത്തിരി പേർക്ക് സംശയം വന്ന് റംബുട്ടാന് ഭയങ്കര വിലയിടുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറയുന്നു. അത് ഈ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ 4, 5, 6 ഒക്കെ മരങ്ങളുള്ളവർക്കാണ്. എന്നാൽ നമ്മൾ എണ്ണം കൂടുതലുണ്ടെങ്കിൽ, അതായത് ഇതൊക്കെ തോട്ടാടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇത് വന്നിട്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ വലയിട്ടെടുക്കുന്ന ഒരു സമ്പ്രദായമാണ്. ഈ രീതിയിൽ പഴുത്താൽ മാത്രമേ അവർ കായ കൊണ്ടുപോകുള്ളൂ, പഴം കൊണ്ടുപോകുള്ളൂ. സേലം സ്വദേശിയായ മാരിയപ്പന്റെ നേതൃത്വത്തിലുള്ള തൊഴിലാളികളാണ് നിലവിൽ തോട്ടത്തിൽ വിളവെടുപ്പ് നടത്തുന്നത്. ഓരോ മരത്തിന്റെ ചുവടുകളും കേന്ദ്രീകരിച്ച് പ്രത്യേക പ്ലാസ്റ്റിക് ട്രേകളിലാണ് പഴങ്ങൾ ശേഖരിക്കുന്നത്. മരത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന സമയത്ത് തന്നെ പഴങ്ങൾ ഗുണനിലവാരം അനുസരിച്ച് തരം തിരിച്ച് വെവ്വേറെ ട്രേകളിലാക്കുന്നു. ഇത് പഴങ്ങൾ കേടുപാടുകൾ കൂടാതെ വിപണിയിലെത്തിക്കാൻ സഹായിക്കുന്നു.
ആരെയും കൊതിപ്പിക്കുന്ന തരത്തിൽ ചുവന്നു തുടുത്തു നിൽക്കുന്ന ഈ റംബുട്ടാൻ തോട്ടം ഇന്ന് തിരുമാറാടി ഗ്രാമത്തിന് തന്നെ വലിയൊരു അഭിമാനമായി മാറിയിരിക്കുകയാണ്. സാജുവിന്റെ വിജയകരമായ വിളവെടുപ്പ് വിവരം പറഞ്ഞ കർഷക കോൺഗ്രസ് സ്റ്റേറ്റ് സെക്രട്ടറി ബോബൻ വർഗീസും തിരുമാറാട് കൃഷി ഓഫീസർ CD സന്തോഷും കൃഷിയിടത്തിൽ എത്തിച്ചേർന്നിരുന്നു. അവർ സാജുവിനോടൊപ്പം തോട്ടം ചുറ്റിക്കണ്ട വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും മറ്റിതര കർഷകർക്ക് മാതൃകയായ ഈ കാർഷിക മുന്നേറ്റത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. റംബുട്ടാൻ വളരെ മികച്ച രീതിയിൽ ഇപ്പോൾ വില കിട്ടുന്നതുകൊണ്ട് ഒരു സെക്കൻഡറി എന്നുള്ള നിലയിൽ വാല്യൂ അഡീഷനിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ ഇതിനൊരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിന് ഇപ്പോൾ വാല്യൂ അഡീഷൻ നോക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ പൊതുവെ കൂടുതൽ റംബുട്ടാൻ കൃഷി ചെയ്യുന്ന ഏരിയകളിൽ അത് ഏറ്റെടുക്കാനും അത് വിപണനം നടത്താനും നമുക്ക് ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മികച്ച വില ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് മറ്റുള്ള ആളുകൾക്ക് ഒരു പ്രചോദനമായി. റംബുട്ടാൻ മാത്രമല്ല, കൃഷിയിൽ വലിയൊരു വൈവിധ്യം തന്നെ സാജു തന്റെ പുരയിടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രധാന കൃഷിയായ 6 ഏക്കറിലെ റംബുട്ടാന് പുറമെ 1 ഏക്കറിൽ ഡ്രാഗൺ ഫ്രൂട്ടും 2 ഏക്കറിൽ ജാതി കൃഷിയും അദ്ദേഹം ചെയ്യുന്നുണ്ട്. കൂടാതെ കൊക്കോ ഉൾപ്പെടെയുള്ള മറ്റ് കൃഷികൾക്കായി 2 ഏക്കർ സ്ഥലവും മാറ്റിവെച്ചിരിക്കുന്നു. ഇതിനു പുറമെ സ്വന്തമായി റബ്ബർ കൃഷിയും ഇദ്ദേഹത്തിനുണ്ട്. റംബുട്ടാനും ഡ്രാഗൺ ഫ്രൂട്ടിനും പുറമെ വിപണിയിൽ ഏറെ പ്രിയമുള്ള ദുരിയൻ, പുലാസാൻ, മാംഗോസ്റ്റിൻ തുടങ്ങിയ പഴവർഗ്ഗങ്ങളും സാജുവിന്റെ തോട്ടത്തിൽ വിജയകരമായി വിളയുന്നുണ്ട്. പരമ്പരാഗത കൃഷികളിൽ നിന്നും മാറി വിപണി സാധ്യതയുള്ള പഴവർഗ്ഗ കൃഷിയിലേക്ക് തിരിയുന്നവർക്ക് വലിയൊരു പ്രചോദനമാണ് കർഷകനായ MC സാജു. ഒരു സംവിധാനവും സർക്കാർ സംഭരണം ഒരു പരിഹാരമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേരളത്തിൽ ഇപ്പോൾ തന്നെ ഏകദേശം 10,000 ഹെക്ടറിൽ, അതായത് 25,000 ഏക്കറിലധികം ഈ കൃഷി വ്യാപിച്ചിട്ടുണ്ട്. 1,00,000 ടണ്ണിലധികമാണ് ഇതിന്റെ ഉൽപാദനം നടക്കുന്നത്. ഈ മൊത്തം കേരളത്തിൽ 1,00,000 ടണ്ണിലധികം ഉണ്ട്. അപ്പൊ അതിനകത്ത് ഇപ്പൊ 8-10 ടണ്ണ് സർക്കാർ സംഭരണം കൊണ്ട് പ്രത്യേകിച്ച് കർഷകർക്ക് അത് അത്ര ഗുണകരമാകത്തില്ല. എന്നാൽ ഇതിന്റെ ഒരു വിപണി വളരുന്നത്, ഇന്ത്യൻ മാർക്കറ്റിൽ പഴവിപണി വളരുന്നത് 17%, കൃഷി വളരുന്നത് 6% ഉള്ളൂ. അപ്പൊ ഈ 11% ആ വ്യത്യാസമുണ്ട്. നോർത്ത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇതിന് വലിയൊരു വിപണിയുണ്ട്. ആ വിപണിയിലേക്ക് ഇതിനെ കൂടുതൽ പരിചയപ്പെടുത്തി വലിയ തോതിൽ, അതായത് ഇപ്പം പൈനാപ്പിളിനെ പരിചയപ്പെടുത്തിയ മാതിരി റംബുട്ടാൻ പരിചയപ്പെടുത്താനുള്ള ഹോർട്ടികോർപ്പിന്റെ ഒക്കെ നേതൃത്വത്തിൽ ആ സംവിധാനമാണ് കുറച്ചുകൂടി ഫലപ്രദമാകാൻ സാധ്യത. കർഷകർക്ക് പൂർണ്ണ പിന്തുണയും അനുകൂലമായ നിലപാടുകളുമായിട്ടാണ് നിലവിലെ സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് അഡ്വക്കേറ്റ് ബോബൻ വർഗീസ് പറഞ്ഞു. കർഷകർക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കുന്ന ഒരു സർക്കാരാണെന്ന് കേരളത്തിലുള്ളത്. പ്രത്യേകിച്ചും നമ്മുടെ T. സിദ്ദിഖ് കൃഷി വകുപ്പ് മന്ത്രി എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാനും അതേക്കുറിച്ച് പഠിക്കാനും അതിന് വേണ്ടതായ നടപടി സ്വീകരിക്കാനും താല്പര്യമുള്ള ഒരു മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ പെടുത്തുന്നതാണ്. ഒരു കാരണവശാലും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നല്ല രീതിയിൽ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതിനുവേണ്ട ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും. കർഷകരുടെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ ലക്ഷ്യമിട്ടുള്ള വിപുലമായ പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിക്കുന്നത്. ലോകത്ത് ഏത് കൃഷി എവിടെ ചെയ്താലും 1 ഏക്കറിന് പരമാവധി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയുടെ അടുത്തേ വരുള്ളൂ. പക്ഷെ റംബുട്ടാൻ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടി കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരം കേരളത്തിനുള്ളപ്പം ഈ പുതുതലമുറ ഈ കൃഷിയിലേക്ക് വരുന്നവർക്ക് ഇതിന്റെ വിപണനം ഒന്ന് വിപുലീകരിക്കാനുള്ള ഒരു സംവിധാനം, അതായത് പ്രൊപ്പഗൻഡ പരമാവധി നോർത്ത് ഇന്ത്യയിലേക്ക് കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഈ ലോജിസ്റ്റിക് സംവിധാനം കൂടെ ഉപയോഗിച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് ഇതിനെ എത്തിക്കുകയും ഒപ്പം തന്നെ ഈ ദുബായ് മാർക്കറ്റ് പോലുള്ള അല്ലവീർ മാർക്കറ്റിലേക്കൊക്കെ ഇത് എത്തിച്ചു കഴിഞ്ഞാൽ കേരളത്തിന് കിട്ടിയിരിക്കുന്ന വലിയൊരു അവസരമാണ് ഈ റംബുട്ടാൻ കൃഷി. പുതിയ കൃഷിയിനങ്ങൾ കൂടി ഈ പരിധിയിൽ കൊണ്ടുവരുന്നതോടെ കർഷകർക്ക് കൂടുതൽ താങ്ങും തടലും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി പായിപ്ര പഞ്ചായത്ത്. പേഴിക്കാപ്പള്ളി KYS ഓഡിറ്റോറിയത്തിൽ നടത്തിയ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് അസീസ് ഉദ്ഘാടനം ചെയ്തു. പായിപ്ര പഞ്ചായത്ത് തൊടുപുഴ അൽ-അസ്ർ മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. പേഴക്കാപ്പള്ളി KYS ഓഡിറ്റോറിയത്തിൽ നടത്തിയ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് അസീസ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമാണ്. ക്യാമ്പ് നമുക്ക് സംഘടിപ്പിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പിലൂടെ നമുക്ക് രോഗനിർണയം നടത്തി രോഗം വരുന്നതിന് മുമ്പ് തന്നെ ചികിത്സ തേടുന്നത് വളരെ ഒരു നല്ല കാര്യമാണ്. ഇങ്ങനെയൊരു മെഡിക്കൽ ക്യാമ്പിലേക്ക് സഹകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന അൽ-അസ്ർ മെഡിക്കൽ കോളേജ് ഗ്രൂപ്പിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ജോയ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PM അബൂബക്കർ, ഷിജ സലാം, ജൂബി ബഷീർ, ഡോക്ടർ കാവേരി വിശ്വാസ്, മെമ്പർമാരായ നജീബ് EJ, വിനയൻ MC,
നിഷാദ് AI, നൌഷാദ് അലിയാർ, മൻസൂർ ചേന്നര, ശാലിനി ഷാജി, സ്മിത ദിലീപ്, ബിസ്മി സലാം, അഖില സാബു, മിനി റെജി, ഷീന നൌഷാദ് എന്നിവർ പ്രസംഗിച്ചു. ജനറൽ മെഡിസിൻ, കാർഡിയോളജി, ഗൈനക്കോളജി, ജനറൽ സർജറി, ഓർത്തോപീഡിക്സ്, ഒഫ്താൽമോളജി, പീഡിയാട്രിക്സ് എന്നീ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാർ പങ്കെടുത്തു. വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി VRA പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സമാപന സമ്മേളനവും IV ദാസ് അനുസ്മരണവും നടത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി CK ഉണ്ണി സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി വൈസ് പ്രസിഡന്റ് R രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് വൈസ് പ്രസിഡന്റ് സിന്ധു ഉല്ലാസ് IV ദാസ് അനുസ്മരണം നടത്തി. കലാ സാഹിത്യ സാംസ്കാരികോത്സവത്തിന് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ഗ്രന്ഥശാല ആൻഡ് പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ തുടക്കം. ഷിബു തെക്കുംപുറം MLA ഉദ്ഘാടനം നിർവഹിച്ചു. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ഗ്രന്ഥശാല പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവത്തിന് തുടക്കം. ഷിബു തെക്കുംപുറം MLA ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ നാടിൻ്റെ എല്ലാ തരത്തിലുമുള്ള സമഗ്ര പുരോഗതിക്ക് സാഹിത്യ പ്രസ്ഥാനങ്ങൾ, സാംസ്കാരിക സംഘടനകൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണ്. ഓരോ നാടിൻ്റെയും ആത്മാവ് എന്ന് പറയുന്നത് ആ നാട്ടിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ അറിയപ്പെടുന്ന പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ പ്രസ്ഥാനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാ തരത്തിലും നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, വായന നിന്നു പോകുന്ന ഒരു വലിയ കാലഘട്ടത്തിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. വായനാശീലം പലപ്പോഴും ആധുനിക കാലഘട്ടത്തിൽ ഡിജിറ്റൽ മീഡിയയുടെയും അതോടൊപ്പം തന്നെ മറ്റ് സ്വാധീനങ്ങളുടെയും ഒക്കെ ഒരു വലിയ കുത്തൊഴുക്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിൽ വായനാശീലം വളർത്തിയെടുക്കുവാനും എല്ലാ തരത്തിലും അക്ഷരങ്ങളുടെ ലോകത്തേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുപോകാനും ഒക്കെയായി വലിയ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. ലൈബ്രറി പ്രസിഡന്റ് KA യൂസഫ് പല്ലാരിമംഗലം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ HM ബിന്ദു ജിജി ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിലൂടെ ഒന്ന് ബഷീറിനെ നിങ്ങളൊന്ന് പരിചയപ്പെട്ടോളും. സ്വന്തമായി ജീവിക്കാൻ വേണ്ടി 2 ഏക്കർ പുരയിടവും വാങ്ങി സ്വസ്ഥനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കഥാനായകനും നായികയും അവരുടെ ജീവിതത്തിന് അസ്വസ്ഥതയ്ക്ക് ചിറക് വിടർത്തിക്കൊണ്ട് അവിടെ പാമ്പും പഴുതാരയും തേളുമെല്ലാം കടന്നു വന്നപ്പോൾ, എലിയുമെല്ലാം കടന്നു വന്നപ്പോൾ അവരവിടെ നട്ടുണ്ടാക്കിയ സാധനങ്ങളെല്ലാം നശിപ്പിക്കും, ഇതിനെയെല്ലാം നമുക്ക് തുരത്തണ്ടേ എന്ന് ഭാര്യ പറയുമ്പോൾ ബഷീർ തൻ്റെ ഭാര്യയോട് കൊടുക്കുന്ന ഒരു മറുപടിയാണ് വായനക്കാരായ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവരും ഭൂമിയുടെ അവകാശികൾ. ഇവരെയെല്ലാം തുരത്തിയാൽ, കൊന്നൊടുക്കിയാൽ ഒരു 500 കൊല്ലം കഴിയുമ്പോൾ മനുഷ്യനും ഇല്ലാതാകും. സമസ്ത ജീവജാലങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണ് എന്ന വലിയൊരു തത്വത്തിലേക്ക്, ജീവിത ദർശനത്തിലേക്ക് എത്രയോ നാളുകൾക്ക് മുമ്പ് ഈ മഹാനായ എഴുത്തുകാരൻ നമ്മെ കൊണ്ടുപോയി. മനുഷ്യന് മാത്രം ജീവിക്കാനുള്ളതല്ല, മറിച്ച് മറ്റ് ജീവജാലങ്ങളെയും നമ്മൾ കരുതണം, സംരക്ഷിക്കണം. വലിയൊരു കാഴ്ചപ്പാട് നമുക്ക് പകർന്നു തന്ന ഒരു വലിയ എഴുത്തുകാരൻ. എഴുത്തുകാരി സഹീറ M എഴുതിയ കരിമുട്ടത്തെ മാടൻകുന്ന് നോവൽ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നടത്തി. ലൈബ്രറി ആക്ടിംഗ് സെക്രട്ടറി AMA റഷീദ്, ട്രഷറർ വിജി മധു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹ്സിന ശിഹാബ്, സ്ഥിരം സമിതി അധ്യക്ഷരായ KA മുഹമ്മദ്, ഫാത്തിമ മാജിദ്, വാർഡ് മെമ്പർമാരായ നെജി ജബ്ബാർ, നീനു മൈദീൻ, അനിൽകുമാർ, ഹക്കീം ഖാൻ, ഷൌക്കത്ത് അലി MP തുടങ്ങിയവർ പ്രസംഗിച്ചു. ചിത്ര പ്രദർശനം, കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന, ശാസ്ത്ര പ്രദർശനം, മൺകലങ്ങളുടെ വിൽപ്പന തുടങ്ങിയവ ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 10 വരെ നടത്തപ്പെടും. മാറാടി പഞ്ചായത്തിലെ 5-ാം വാർഡിലെ ഏഞ്ചൽ വോയ്സ് കനാൽ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റിക്ക് വീണ്ടും സാമൂഹ്യ വിരുദ്ധർ തീയിട്ടു. തുടർച്ചയായി 2-ാം തവണയാണ് പൊതുമുതലിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ചാക്കുകണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിച്ചു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിയതിനെ തുടർന്നുണ്ടായ പുക പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. കഴിഞ്ഞ മാർച്ച് 17-ന് രാത്രി 8:30-ഓടെ ഇതേ MCFന് തീയിട്ടിരുന്നു.
അന്ന് തീ ആളിപ്പടരുന്നതിന് മുമ്പ് നാട്ടുകാരും പഞ്ചായത്ത് പ്രതിനിധികളും സ്ഥലത്തെത്തി അണച്ചതിനാൽ വൻ ദുരന്തം ഒഴിവാക്കുകയായിരുന്നു. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. മൂവാറ്റുപുഴ ഈസ്റ്റ് മാറാടി അയ്യങ്കുഴയ്ക്കൽ പരേതനായ വർക്കിയുടെ ഭാര്യ ത്രേസ്യ നിര്യാതയായി. സംസ്കാരം ബുധനാഴ്ച 3:30 മൂവാറ്റുപുഴ ഹോളിമാഗി ഫൊറോന പള്ളിയിൽ നടത്തി. മക്കൾ മേരി, റോസമ്മ, ആനീസ്, ജോസ്, ഷൈനി, ലാലി, ടെൻസ്, പരേതയായ ജോർജ്, മോളി, ലൂസി, മരുമക്കൾ റോസ്ലി ആനിത്തോട്ടത്തിൽ, ഷാജു മരിക്കാംകുന്നേൽ, ബെന്നാർട്ട് സ്റ്റാൻഡ് മജീഷ്യൻ, ലിസി ചങ്ങുംചേരിൽ, പരേതരായ തങ്കച്ചൻ, ജോർജ്, കുര്യച്ചൻ, ജോസ്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.